സമയം 12 മണി. ഉച്ച 12 മണിയല്ല കേട്ടോ, രാത്രി 12 മണി. 2 കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് ഉറങ്ങാതിരിക്കാനായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നത്. ഇന്ന് നോർവേയുടെയും ഫ്രാൻസിൻ്റെയും കളി ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. എനിക്ക് വേൾഡ് കപ്പിൽ ആകെ കൂടി അറിയാവുന്ന പ്ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്മർ, റൊണാൾഡോ, മെസ്സി, എംബാപ്പെ, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ കളിക്കാരനൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ നോക്കുമ്പോഴാണ് ഞാനിത് ഈ പുള്ളീനെ ഇൻസ്റ്റയിൽ കാണുന്നത് കേട്ടോ. കളീനെ പറ്റിയിട്ടോ എത്ര ടീമുകളുണ്ടെന്നോ ഒന്നും അറിയാത്ത ഞാൻ ആകെ കൂടി കളി കാണാതിരിക്കാനുള്ള പുള്ളി ഇതാണ് അതിൻ്റെ മെയിൻ കാരണം. അത് ഇങ്ങോട്ട് കളിയൊന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് കൊതിച്ചിരുന്നതാട്ടോ. ഞാൻ പിന്നെ എത്ര എഫേർട്ട് എടുത്തിട്ട് ഒരു കാര്യത്തിന് വേണ്ടി കുത്തിയിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരെ ഓപ്പോസിറ്റ് അടിക്കും. അതെല്ലാ വട്ടം ഉണ്ടാവണതാ. അതുപോലെ തന്നെ ഈ വട്ടം ഹാലൻഡിനെ ഫസ്റ്റ് ഹാഫിൽ ഇറക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ ഈ ഹാലൻഡിനെ മാത്രമല്ല, ഈ നോർവേയുടെ ടോപ്പ് പ്ലെയേഴ്സ് ആയിട്ടുള്ള ഒരു 10ഓളം പേരനെ അവർ പൂട്ടിയെന്നാണ് കേട്ടത്. ഹാലൻഡ് ചില്ലിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പുള്ളിയുടെ ഹാട്രിക്കൊക്കെ അടിക്കുന്നുണ്ട്. നോർവേ ഇത്ര നേരമായിട്ട് ഒരു ഗോളെ തിരിച്ചടിച്ചിട്ടുള്ളൂ. ഇങ്ങോട്ട് എളുപ്പമല്ല കേട്ടോ. എന്നാലും ഇവർക്ക് ലാസ്റ്റ് ടൈമിലെങ്കിലും പറയായിരുന്നു ഈ ഹാലൻഡിനൊന്നും ഇറക്കുന്നില്ല എന്ന്. എന്നെപ്പോലെ കട്ടൻ ചായ വെച്ച് കളി കാണണം, ഉറങ്ങരുത് എന്ന് ആഗ്രഹിച്ചിരുന്നവരൊക്കെ ആരായി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫിനെങ്കിലും ഇറക്കുമെന്ന് വിചാരിച്ചു, നെയ്മറിനൊക്കെ ഇറക്കിയ പോലെ. പക്ഷേ സെക്കൻഡ് ഹാഫിന് ഇറങ്ങലൊന്നും ഉണ്ടായില്ല. എന്തായാലും 4-1 കളി ഫ്രാൻസ് ജയിപ്പിച്ചിട്ടുണ്ട്.